അതെ, ഡൈവോഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളൊരു ജീവിതം പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും വൈഫും അത് മനസ്സിലാക്കി അവർ തന്നെ ഡൈവോഴ്സ് ആവുമ്പോൾ അത് മറ്റുള്ളവരെന്തിനാ തെറ്റായിട്ട് എടുക്കേണ്ട ആവശ്യം? അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, രണ്ടുപേരും സമ്മതിക്കുമ്പോഴല്ലേ ഡൈവോഴ്സ് കിട്ടുന്നത്, ഒരാൾക്ക് മാത്രമായിട്ട് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഈ ഡൈവോഴ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അധ്യയനെ ഓർത്തിട്ട് എന്താ പറയുക, ആ മനുഷ്യനെ ഓർത്തിട്ട് ജീവകാലം മൊത്തം നമ്മളിവിടെ കിടന്ന് കരഞ്ഞ് നരയിക്കണം എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ജീവിക്കണം എന്നാണോ പറയുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുന്ന എന്താണോ അതെനിക്ക് കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് ഈ പറയുന്നതൊക്കെ വലിയ ഏജൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം ഇപ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നേരത്തെ കിട്ടിയ കാരണമാണ്. ഇപ്പോഴൊക്കെ മാരേജ് കഴിച്ച് ലൈഫ് തുടങ്ങേണ്ട ഒരു ഏജ് സത്യത്തിൽ ഇപ്പോൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഏജിൽ ആ ഒരു ലൈഫ് നേരത്തെ കെട്ടിയെന്ന് വെച്ചിട്ട് നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഇട്ടിട്ട് പോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. പാർട്ട്ണർ നമ്മളെ ഇട്ടിട്ട് പൊക്കോട്ടെ, ഡൈവേഴ്സ് ആയിക്കോട്ടെ, അവർ വേറൊരു ലൈഫ് എടുക്കുമല്ലോ. അവർ നമ്മളെ ഓർത്തിട്ട് ജീവിതകാലം മൊത്തം നമ്മളെ ഓർത്തിട്ട് അവർ ജീവിക്കാതെ ഇരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് വേറൊരു പാർട്ട്ണറെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഡൈവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞു നിന്നാൽ പോരെ, എന്തിനാ ഡൈവേഴ്സ് ആവേണ്ട ആവശ്യം? ആരുടെയും ജീവിതത്തിൽ ആരും തടസ്സം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡൈവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത് തന്നെ. 2, പിന്നെ ഈ നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ച് പിള്ളേരുണ്ട്. ഓക്കെ. അപ്പോൾ പിള്ളേരുണ്ടെങ്കിൽ ആ പിള്ളേരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താം. പിള്ളേരെ വിട്ടുകൊടുക്കാണ്ട് പിള്ളേരെ നമ്മുടെ കൂടെ നല്ല രീതിക്ക് നിർത്തി അവരെ നന്നായിട്ട് നോക്കി അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരെ മുന്നോട്ട് കൈ പിടിക്കാൻ നോക്കുക. പിന്നെ അന്ന് വെച്ചിട്ട് പിള്ളേരുണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ ലൈഫ് കളയേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ അത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പം അവർ വലുതാവുമ്പം അവർ സ്ട്രോങ് ആകുമ്പം അവരുടെ ലൈഫും തേടി അവർ പോകുമ്പോൾ ആർക്ക് പോകും? നമുക്ക് പോകും. അത് മനസ്സിലാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് കാരണം പിള്ളേരെ നല്ല കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മുടെ ലൈഫ് നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മളും നമ്മുടെ സന്തോഷവും നമ്മുടെ ജോബ് നമ്മുടെ പിള്ളേരെ മുന്നോട്ട് നോക്കുക എന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. നമ്മളെ വേണ്ടാണ്ട് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും കാല് പിടിച്ച് ദൈവത്തെ ഓർത്ത് പോവാണ്ടിരിക്കുക. കാല് പിടിച്ച് പോയിക്കൊണ്ടിരുന്ന പട്ടിയുടെ വിലയല്ലാണ്ട് വേറെ ഒരു ഇതും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അവരുടെ മുന്നിൽ വെച്ച് നല്ല അന്തസ്സായിട്ട് ജീവിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ. എന്നെക്കൊണ്ട് പറ്റാവുന്ന ഉപദേശം ഇതൊക്കെ ഉള്ളൂ കേട്ടോ.